വാർത്തകളിലേക്ക്. പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടിക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരം. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകാരം നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളും പി കെ ശശിക്ക് നഷ്ടമാകും. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ശശിക്ക് ഇനി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രം. സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിലെ ക്രമക്കേടും പാർട്ടി ഓഫീസ് നിർമ്മിക്കാനുള്ള അനധികൃത ഫണ്ട് പിരിവും പാർട്ടിയുടെ അന്വേഷണ കമ്മീഷന്റെ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ. ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് എത്തുന്നു. പി കെ ശശി ഇനി പാർട്ടിയുടെ വെറും ഒരു അംഗം മാത്രം, അങ്ങനെയല്ലേ? തീർച്ചയായും സുജയ, 6 വർഷത്തിനിടയിൽ ഇത് 3ാം തവണയാണ് പി കെ ശശിക്കെതിരെ CPMന്റെ ഭാഗത്ത് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നെല്ലാം ഒരു നടപടി വരുന്നത്. ഇത്തവണ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിയെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കാണ് പാർട്ടി തരം താഴ്ത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പാലക്കാട് ചേർന്നിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് പി കെ ശശിക്കെതിരെ ഇത്തരത്തിൽ തരം താഴ്ത്തൽ നടപടി സ്വീകരിക്കാനുള്ള ഒരു ശുപാർശ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു പി കെ ശശിക്കെതിരെ ഉയർന്നത്. അതായത് ഈ സഹകരണ സ്ഥാപനങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രധാനമായും ഈ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് അനധികൃത നിയമനങ്ങൾ നടത്തി. അതുപോലെ തന്നെ പി കെ ശശി ചെയർമാനായിട്ടുള്ള യൂണിവേഴ്സൽ കോളേജിൻ്റെ ഓഹരികൾ ഈ സഹകരണ സ്ഥാപനങ്ങൾ വഴി വാങ്ങിച്ചു. ഇതിനൊപ്പം തന്നെയാണ് പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന രീതിയിലുള്ള ആരോപണങ്ങൾ പി കെ ശശിക്കെതിരെ ഉയർന്നത്. പാർട്ടി CPMന്റെ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുകയും സംസ്ഥാന കമ്മിറ്റി 2 അംഗ അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷമാണ് ആ കമ്മീഷൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി കെ ശശിക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM കടന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം CPMന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള ഒരു ശുപാർശ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകരിച്ചതിന് ശേഷം ഇന്ന് നടന്ന CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശി ഇനി വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി തീരും. ഇനി പി കെ ശശിക്ക് CPMന്റെ പ്രാഥമിക അംഗത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടതോടുകൂടി പി കെ ശശിക്ക് KTDC ചെയർമാൻ സ്ഥാനം നഷ്ടമാകും. ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രം ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും KTDC പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ബോർഡുകളുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല. അതോടുകൂടി തന്നെ ഈ ചെയർമാൻ സ്ഥാനവും പി കെ ശശിക്ക് നഷ്ടമാകും. നിലവിൽ CATയുടെ ഭാരവാഹി കൂടിയാണ് പി കെ ശശി. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളും പാർട്ടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പി കെ ശശിക്കെതിരെ ഈ അന്വേഷണം നടത്താൻ വേണ്ടി പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഒരു ഇടതുപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പി കെ ശശിയുടെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല സ്വജനപക്ഷ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നതും ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതും. ഏതായാലും പി കെ ശശി ഇനി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശി ഇനി വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. 3ാം തവണയാണ് പി കെ ശശിക്കെതിരെ പാർട്ടി ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നത്. നേരത്തെ DYFI നേതാവിൻ്റെ പരാതിയിൽ ഇത്തരം നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വിഭാഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ശശിയെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ പി കെ ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും വീണ്ടും തരം താഴ്ത്തിയിരിക്കുന്നത്. നേരത്തെ വിവരങ്ങൾ നൽകിയത്.